ചെയ്താണ് വിടുന്നത്, പവർ അടിച്ചാൽ പോണ വിടുന്നത്. എന്താ കാര്യം? ഇതാ അത് 10:9 അതിൽ വാഗ്ദാനമാണ്. അതിൻ്റെ വാഗ്ദാനം എന്താണ്? ഇതാ സർപ്പങ്ങളുടെയും പറഞ്ഞേ ലൂക്കാ 10:19 ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും. ഇപ്പൊ സർപ്പം ഉണ്ടാകും, തേളും ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ ഇഴജന്തുക്കൾ ഇങ്ങനെ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കണം എന്നല്ല പറഞ്ഞ. സർപ്പത്തിൻ്റെ സ്വഭാവം എന്താ? 2 സ്വഭാവമേ പാട്ടിക്കുള്ളൂ. പാട്ടിയുടെ ബിഹേവിയർ എന്താ? സർപ്പത്തിൻ്റെ ബിഹേവിയർ, മൂർഖൻ്റെ ബിഹേവിയർ എന്താ? 2 സ്വഭാവമേ ഉള്ളൂ. ഒന്ന് ഇര പിടിക്കുക, മറ്റത് ആൾക്കാരെ കൊത്തിക്കൊല്ലുക. 2 കാര്യങ്ങളല്ലേ പുള്ളിക്കുള്ളൂ. ഈ സ്വഭാവമുള്ള എന്തുമാത്രം ആൾക്കാരാണ് ഉള്ളത്? അതാണ് സർപ്പം എന്ന് പറയുന്നത്. 2 ചില ആൾക്കാർ വിളിക്കണത് എന്തിനാണ്? മറ്റുള്ള കുറ്റം പറയാൻ, അവരെ എടുത്തി താത്താൻ, അവരുടെ ചിത്രപഥം തരാൻ, അവരെ തേജോപഥം ചെയ്യാൻ. രണ്ടാമത്തെ എന്താണ്? അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി. അതെന്നെ സർപ്പം എന്ന് പറയണത്. ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും സർപ്പമാണെന്ന് നിങ്ങൾ ഓർത്തേക്കണം. നിങ്ങൾക്ക് ചുറ്റും സർപ്പമാണ്. പിന്നെ എന്താ? തേളിലും പണ്ട് ഒരു സന്യാസി ഉണ്ടായിരുന്നു. സന്യാസി കുളിക്കാൻ വേണ്ടി വന്നപ്പോൾ തേള് വെള്ളത്തിൽ കിടക്കണം. ആ ഉദക്ക് കലിച്ച് ഇറങ്ങി പുഴയിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഉണ്ട് ഒരു പാവം പിടിച്ച തേള് അത് അവിടെ കിടന്ന് നീന്തി കിടക്ക് ഇറങ്ങില്ല, ചത്തുപോകാനായി. അപ്പം സന്യാസിക്ക് ഒരു സങ്കടം തോന്നി. ആന ഒതുക്കുകയല്ലേ ഇരുന്നുകൊണ്ട് ആ തേള് പൊങ്ങിക്കിടക്കുകയല്ലേ വെള്ളത്തിൽ. അപ്പം അതിൻ്റെ കൂടി കൈ കൊണ്ടുവന്ന് തേളിനെ പൊക്കിയെടുക്കുക ഒറ്റക്കുത്ത്. അപ്പോൾ സന്യാസി പറഞ്ഞു, എടാ ഞാൻ നിന്നെ രക്ഷിച്ചില്ല, നീ മരിക്കാൻ പോകുമ്പോൾ എന്നിട്ട് നീ എന്നെ കുത്തിയാന്ന് പറയുമ്പോൾ തേളിന് ഭയങ്കര സങ്കടം. എന്താ കാര്യം? ഞാൻ തേളല്ലേ എന്ന്, കുത്താതിരിക്കാൻ പറ്റുക? അത് സന്യാസിയാണെന്ന് പറഞ്ഞാലും തേളിനെ കുത്താതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ എത്ര നന്മ ചെയ്താലും ചില ആൾക്കാർ നമുക്കിട്ട് പണി തരും. അതിനാണ് തേളെന്ന് പറയണത്. അതാണ് ലൂക്കാ 10:19 എന്താണ്? ഇതാ സർപ്പങ്ങളുടെയും തേളിന്റെയും ശത്രുവിന്റെ സകല. അപ്പൊ ശത്രുവിന് സകല ശക്തികളുണ്ടേ. ഇപ്പൊ ഈ മനുഷ്യന് 20 കൊല്ലമായിട്ട് സർട്ടിഫിക്കറ്റ് തിരുത്താൻ നടക്കുകയാണ്. ഈ വില്ലേജ് ഓഫീസർ മാറി വരുന്ന വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ തഹസീൽദാരും RDO ഒക്കെ പറഞ്ഞ എല്ലാ പേപ്പറും കൊണ്ടുവന്നിട്ടും ഒരു മനുഷ്യനും ഒപ്പിടത്തില്ല. തട്ടി ആ ജീവിതം ഒരു പരുവത്തിലാക്കി. ഗതികിട്ട പ്രേതം പറയും മനുഷ്യൻ ചെവി ചെമ്പരത്തിപ്പൂവും വെച്ച് നടക്കുകയാണ്, തെക്ക് വടക്ക് നടക്കുകയാണ്. അപ്പോഴാണ് അറിഞ്ഞത് ആലപ്പുഴത്തെ മാതാവ് സർട്ടിഫിക്കറ്റ് തിരുത്തണമുണ്ടെന്ന്. ആ മനുഷ്യൻ ഇവിടെ വന്ന് അമ്മയുടെ നിന്ന് ഉപ്പ് കൊണ്ടുപോയിക്കൊണ്ട് വില്ലേജ് ഓഫീസിൽ ഇട്ടേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഈ ഉപ്പിടുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? യേശു കർത്താവാണ്. വില്ലേജ് ഓഫീസറല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. അതാണ്, യേശു കർത്താവാണ്. തഹസീൽദാരല്ല കർത്താവ്, ഗവൺമെൻറ് നിയമങ്ങളല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. അപ്പോൾ യേശു കർത്താവാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും നാൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അധികാരികളെയും കർത്താക്കന്മാരൊക്കെ ആ പീഠത്തിൽ നിന്ന് ഇറക്കി വെക്കണം. നിങ്ങളുടെ പല കാര്യങ്ങളും നടക്കാത്തതിൻ്റെ കാരണം നിങ്ങളെ പല ആൾക്കാരെയും ദൈവത്തിൻ്റെ സ്ഥാനത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് പ്രശ്നം. ബൈബിൾ പറഞ്ഞത് എന്താണ്? ദൈവത്തിൻ്റെ സ്ഥാനത്ത് പീഠത്തെ കയറ്റി വെച്ചിരിക്കുന്ന അണ്ണന്മാരെല്ലാം താഴെ ഇറക്കണം. എന്താണ്? ഒരാൾ മാത്രമാണ് നിങ്ങളുടെ മരിച്ചിട്ട് ഉയർത്തുന്നേറ്റത്, ഒരാൾ മാത്രമാണ് നിങ്ങളുടെ ഭാരങ്ങളും പാപങ്ങളും ഏറ്റെടുത്തത്. അവരെ പിതാവായ ദൈവം മഹത്വപ്പെടുത്തി ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോഴേ മരണത്തിന് ഞാൻ നാഥനായിരിക്കുന്നവനെ കർത്താവ്, അത് യേശുക്രിസ്തുവാണ്. കൈയടിക്കട്ടെ. ഞങ്ങൾ